ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇൻറ്റൻഷനലി നിങ്ങളോടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നിർത്തും, നിങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കും. പിന്നെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഒരു ചേസിങ് അഫർമേഷൻ കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ കൂടുതലായിട്ട് ചേസ് ചെയ്യുക കൂടി ചെയ്യും. അപ്പോൾ ടോപ്പിക്കിലോട്ട് വരാം. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അവൈലബിൾ ആകുന്നത് കുറച്ച് കുറക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് തന്നെ ഒന്നും നമ്മൾ ഇത്രയും സ്നേഹിച്ചിട്ട് എന്താണ് ആ വ്യക്തി ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് കാണിക്കുന്നത് എന്നുള്ളത്. അത്രയും സ്നേഹിക്കുന്നുണ്ടാവും. ആ കൊടുക്കുന്നതിന് തീരെ വാല്യൂ നൽകുന്നില്ലെങ്കിൽ അത് കുറച്ച് കുറക്കുക. ഒത്തിരി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആവശ്യത്തിലധികം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വാല്യൂ ഉണ്ടാവില്ല. അത് നമ്മുടെ പ്രസൻസ് ആയിക്കോട്ടെ, നമുക്കൊരു മെസ്സേജ് അയക്കുമ്പോൾ കുറച്ച് ഡിലേ ആയിട്ട് റിപ്ലൈ കൊടുക്കുന്നതായിക്കോട്ടെ, അങ്ങനെ നമ്മൾ അവൈലബിൾ ആവുന്നത് കുറച്ച് കുറക്കുക. നമ്മൾ കുറച്ചുകൂടി മറ്റുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക, നമ്മുടെ കാര്യങ്ങളിൽ കുറച്ചുകൂടിയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇൻറ്റൻഷനലി ആ വ്യക്തി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ വല്ലാണ്ട് ഇങ്ങനെ ബെഗ് ചെയ്ത് പുറകെ പോകരുത്. അതിന് പകരം നിങ്ങളും അതേപോലെ തന്നെ ആ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് തിരിച്ചങ്ങോട്ടും കീപ്പ് ചെയ്യാം. എന്ന് കരുതി തീരെ ഒന്നും സംസാരിക്കരുത് എന്നല്ല, ആ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഇട്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി സ്ട്രൈറ്റ് ആയിട്ട് സംസാരിക്കുക, കാമായിട്ട് സംസാരിക്കുക. അഥവാ അതിലൊരു സ്നേഹം വല്ലാണ്ട് കൊണ്ടുവരാതിരിക്കുക ആ ഒരു സംസാരിക്കുന്നതിൽ. എന്നാൽ കാമായിട്ട് തന്നെ സംസാരിക്കും വേണം. ഓക്കെ, മനസ്സിലായല്ലോ? അവർക്കും തോന്നണം ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഇവൾക്കും വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെ തന്നെ പെരുമാറുക. ഇങ്ങോട്ട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ അങ്ങോട്ടും പെരുമാറുക. പിന്നെ പലപ്പോഴും സംഭവിക്കുന്നത്, ആ വ്യക്തി ഇമോഷണൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി പരാതികൾ ഇങ്ങനെ പറയാൻ തുടങ്ങും. അത് പറയരുത്. ഓക്കെ, അത് പറയാതെ നമ്മളും ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാണ് ചെയ്യേണ്ടത്. സീക്രട്ട് മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തേത്, നിങ്ങൾ അൺപ്രെഡിക്റ്റബിൾ ആവുക എന്നുള്ളതാണ്. അഥവാ നിങ്ങൾ എന്തെങ്കിലും പുതിയ സ്കില്ലുകൾ പഠിക്കുക, അതിൽ കുറച്ചുകൂടി ടൈം എൻഗേജ്ഡ് ആവുക, എപ്പോഴും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്കില്ല് പഠിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. അങ്ങനെ മറ്റെന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിലായിട്ട് നിങ്ങൾ കുറച്ചുകൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ആവുമ്പോൾ അവർക്ക് കുറച്ചുകൂടിയൊക്കെ നിങ്ങൾക്ക് വാല്യൂ തരാനായിട്ട് തോന്നും. പിന്നെ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരു തോന്നലുണ്ടാവും. ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലായിരിക്കും നിങ്ങളുടെ ലൈഫ് പോകുന്നുണ്ടാവും. ഇവിടെ ഇപ്പം ഇത് എന്ത് വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവനിപ്പോൾ ഇത് എന്ത് വിചാരിച്ചിട്ടാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ ഒരു വ്യക്തി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇന്റൻഷനലി കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യണം എന്ന് കൂടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ചേസിങ് അഫർമേഷൻ എന്ന് മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും. അത് എല്ലാ ദിവസവും രാവിലെയും രാത്രി കിടക്കുന്നതിന് മുമ്പും 5 മിനിറ്റ് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു കിടക്കുകയാണെങ്കിൽ ഈ പറയുന്ന വ്യക്തി നിങ്ങളെ ഇങ്ങോട്ട് തിരിച്ച് കൂടുതലായിട്ട് ചേസ് ചെയ്യുക കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അഫർമേഷൻ വേണ്ട ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടോ. ഓക്കെ, ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിൽ, ആ വിഷയങ്ങൾ ഷെയർ ചെയ്യാനും സൊല്യൂഷനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് വിളിക്കുക. അഫർമേഷൻ വേണ്ട ഒരു മെസ്സേജ് ഇട്ടാൽ മതി. താങ്ക്